അഡാനി ഗ്രൂപ്പിനെ കുറിച്ച് വീണ്ടും അലിഗേഷൻ ഹിൻഡൻബർഗ് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ ഒരു സംശയം, ഇവിടെ ഹിൻഡൻബർഗ് ആണോ അഡാനി ഗ്രൂപ്പിനെ കുറിച്ച് അലിഗേഷൻ വെക്കുന്നത്, അഡാനി ഗ്രൂപ്പിനെ വലിച്ചു താഴെയിടാൻ നോക്കുന്നത്? ഇവിടുത്തെ മീഡിയകളല്ലേ, ഇവിടുത്തെ ചാനലുകാരല്ലേ? ഞാനിവിടുത്തെ യൂട്യൂബർമാരെ അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൈംസ് നൗ, റിപ്പബ്ലിക് TV, മിറർ നൗ, ഇന്ത്യ ടുഡേ, ഇങ്ങനെയുള്ള വലിയ വലിയ ചാനലുകാരെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മുടെ മലയാളത്തിലെ എല്ലാ ചാനലുകാരും, മനോരമ, 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, ഇവരെല്ലാവരും ഈ വാർത്ത പറയുന്നുണ്ട്. എന്താണ്? അഡാനി ഗ്രൂപ്പിന് വീണ്ടും പ്രശ്നം, അഡാനി ഗ്രൂപ്പിനെ അവിടെ സിസ് അതോറിറ്റി ബ്ലോക്ക് ചെയ്തു, സിസ് ബാങ്കുകൾ അവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു, ഇങ്ങനെ പല വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇവർക്കൊക്കെ ഈ വാർത്ത എവിടെ നിന്ന് കിട്ടി? ഞാൻ അതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തി. നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ഏഷ്യാനെറ്റിലോ 24 ന്യൂസിലോ മനോരമയിലോ കണ്ട വാർത്ത ഇതാണ്: അഡാനി ഗ്രൂപ്പിന് വീണ്ടും കുരുക്ക്. ഇതാര് പറഞ്ഞു? ഇത് പറഞ്ഞത് ഹിൻഡൻബർഗ് ആരാണ്? ഇതിനു മുമ്പ് പലതവണ അഡാനി ഗ്രൂപ്പിനെ കുറിച്ച് വാർത്തകൾ സൃഷ്ടിച്ച ഒരു അമേരിക്കൻ ഓഡിറ്റിംഗ് കമ്പനി. അതായത് അവർ ഓരോ ബിസിനസ് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ ഓഡിറ്റിംഗ് നടത്തും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് പുറത്ത് കൊണ്ടുവരും, റിസർച്ച് നടത്തിയിട്ട്. ഹിൻഡൻബർഗ് റിസർച്ച് എന്നാണ് ആ കമ്പനിയുടെ പേര് അവർ അതിൻ്റെ ഓണേഴ്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഹിൻഡൻബർഗ് ആണ് ഈ ന്യൂസ് പുറത്ത് വിട്ടതെന്നാണ് ഇവിടുത്തെ ചാനലുകാർ പറയുന്നത്, അല്ലെ ഇവിടുത്തെ ന്യൂസ് മീഡിയ പറയുന്നത്. നമ്മളിതാണ് കേൾക്കുന്നത്. നമ്മളിത് കണ്ടുകൊണ്ട് TV ഓൺ ചെയ്യുന്നു, ചാനലിൽ വളരെ കാര്യമായിട്ട് വായിക്കുന്നു. ഇവരും പറയുന്നുണ്ട് ഹിൻഡൻബർഗ് പറഞ്ഞു. പിന്നെ നമ്മൾ ഹിൻഡൻബർഗിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഹിൻഡൻബർഗ് എന്നാണ് പറഞ്ഞത്? ഒരു സ്വിസ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. സ്വിസ് മീഡിയ എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ഒരു ചാനലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ മീഡിയയോ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നു. നമുക്ക് പൊതുവേ സ്വിറ്റ്സർലാൻഡ് അല്ലെ സ്വിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്. അതെന്തൊക്കെ ഒരു ജെന്യുവൻ ആയിട്ട് നടക്കുന്ന ഒരു കാര്യങ്ങൾ നടക്കുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ എല്ലാം സത്യമായിരിക്കുന്നു, എന്തോ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ അങ്ങനെ വരുന്നു, അല്ലേ? ഒരു ഡ്യൂപ്ലിക്കേറ്റ് രാജ്യമായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്വിസ് മീഡിയ ഏതാണ്? ആ മീഡിയയുടെ പേര് ആരും തന്നെ മിണ്ടുന്നില്ല. വീണ്ടും എൻ്റെ അന്വേഷണം ഞാൻ നോക്കി. സ്വിറ്റ്സർലാൻഡിലെ പ്രധാനപ്പെട്ട 5 TV ചാനലുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ പ്രധാനപ്പെട്ട 5 ന്യൂസ് പേപ്പറുകൾ ഏതൊക്കെയാണ്. അതിൻ്റെ പേരൊക്കെ നാക്കിൽ കിട്ടാൻ ഇച്ചിരി പാടാവുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ ന്യൂസ് മീഡിയകളുടെയൊക്കെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്ത് ഈ വാർത്ത ഉണ്ടോ എന്ന് നോക്കി. ഈ ന്യൂസ് പേപ്പറിൻ്റെയൊക്കെ അവിടെയൊക്കെ നോക്കിയിട്ടെങ്കും ഇങ്ങനൊരു വാർത്ത ഞാൻ കാണുന്നില്ല. 12-ാം തീയതിയോ 11-ാം തീയതിയോ ഒക്കെ നോക്കി. ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഇങ്ങനൊരു വാർത്ത കാണുന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ തപ്പി അവസാനം എനിക്ക് കിട്ടി. എന്താണ്? ഗോതം സിറ്റി എന്നൊരു ന്യൂസ് മീഡിയയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അന്വേഷണം വീണ്ടും ഗോതം സിറ്റി എന്താണ്, ഗോതം സിറ്റി ന്യൂസ് മീഡിയ എന്താണെന്ന് നോക്കിയപ്പോൾ കണ്ടു 2017 2 പേര് ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ന്യൂസ് മീഡിയ ആണത്. അതായത് ഇവിടുത്തെ യൂട്യൂബർമാരൊക്കെ ഓരോ ചാനൽ ഉണ്ടാക്കുന്നില്ലേ എന്ന് പറഞ്ഞതുപോലെ 2017 ഇപ്പോൾ 7 വർഷമായി. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ വ്യൂവർഷിപ്പ് ഉണ്ട്, കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണും. അവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ന്യൂസാണ് ഈ അഡാനി ഗ്രൂപ്പിൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത്. അതല്ലാതെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മീഡിയയും ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ വാർത്ത പറയുന്ന പ്രമോദ് പറയുന്നത് വിശ്വസിക്കണോ, അതോ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ പറയുന്നത് വിശ്വസിക്കണോ, അതോ ഹിൻഡൻബർഗ് പറയുന്നത് വിശ്വസിക്കണോ, അതോ ഗോതം സിറ്റി പറയുന്നത് വിശ്വസിക്കണോ? ഗോതം സിറ്റി നിങ്ങൾക്കറിയില്ല, ഹിൻഡൻബർഗ് എവിടെയൊക്കെയോ എന്തൊക്കെയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ന്യൂസ് മീഡിയ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, അല്ലെ മനോരമ ആയിക്കോട്ടെ, 24 ന്യൂസൊക്കെ ആവട്ടെ, ഈ ഒരു വാർത്തയിൽ പറയുന്നു ഈ 310 മില്യൺ അഡാനി ഗ്രൂപ്പിൻ്റെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് സ്വിസ് ബാങ്കിൽ. അപ്പോൾ വിശ്വസിക്കുക അല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോവുക. ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ്, ഇങ്ങനെയുള്ള ന്യൂസ് പേപ്പർ ഒന്ന് വായിച്ച് വാർത്ത കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർ എഴുതിയിട്ടുണ്ട്, അവരുടെ ഈ വലിയ ഹെഡ്ലൈൻ ഉണ്ടല്ലോ, $310 മില്യൺ ഫ്രീസ് ചെയ്തെന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞിട്ട് ആദ്യത്തെ പാരഗ്രാഫ് കഴിഞ്ഞ് രണ്ടാമത്തെ പാരഗ്രാഫൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവരൊരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഈ വാർത്ത ഞങ്ങൾ, അതായത് ഇന്ത്യൻ എക്സ്പ്രസ്, അതല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ടൈംസ്, അതല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ, ഞങ്ങൾ വെരിഫൈ ചെയ്തില്ല, ഞങ്ങൾക്കും ഹിൻഡൻബർഗിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരെ ആരും കുറ്റം പറയാൻ പാടില്ല. ഞാൻ അവസാനം എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ
വാർത്താ ചാനലുകൾ, ഈ ന്യൂസ് പേപ്പറുകാർ വലിയ ഹെഡ്ലൈനൊക്കെ കൊടുത്ത് നമ്മളെ അതിലേക്ക് വലിച്ചെടുക്കും. നമ്മൾ അവരുടെ ചാനൽ ഓപ്പൺ ചെയ്യും, അവർക്കൊരു വ്യൂ ആയി, കുറേ സമയം നമ്മളത് കാണുന്നു, അവരുടെ ടി വി ചാനൽ ബിസിയാണ്, അല്ലെ അവരുടെ ന്യൂസ് പേപ്പറിലെ ഹെഡ്ലൈൻ കണ്ടുകൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നു. അതവർക്ക് അവരുടെ പബ്ലിസിറ്റി കൂടുന്നു, അവരുടെ വാല്യുവേഷൻ, ആ ചാനലിൻ്റെ അല്ലെ ന്യൂസ് പേപ്പറിൻ്റെ വാല്യുവേഷൻ കൂടുന്നു, അവർക്ക് കൂടുതൽ പരസ്യം കിട്ടുന്നു, അവർക്ക് വരുമാന മാർഗമാകുന്നു, അവരുടെ പ്രോഫിറ്റ് കൂടുന്നു. അവർ ഈ ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യം അതിനാരും പ്രാധാന്യം കൊടുക്കുന്നില്ല. എന്ത്? ഞങ്ങൾ ഈ വാർത്ത വേരിഫൈ ചെയ്തില്ല. ഈ വേരിഫൈ ചെയ്യാത്തത് എങ്ങനെയാണ് വാർത്തയാവുന്നത്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വാർത്തയാവുമോ? അതിന് ഗോസിപ്പ് എന്നല്ലേ പറയുന്നത്. പരദൂഷണം പറയുക എന്നും വേണേൽ പറയല്ലോ. ഇവിടെ ഇതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യാതെ നമ്മുടെ മുമ്പിൽ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നു, നമ്മളത് പെട്ടെന്ന് അതിൽ ആകൃഷ്ടരായിട്ട് അത് വായിക്കുന്നു, നമ്മുടെ സമയം കളയുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും 1-2 ദിവസം കഴിയുമ്പോഴോ അല്ല ഒരാഴ്ച കഴിയുമ്പോഴോ ഈ വാർത്ത അങ്ങ് എവിടെയോ അലിഞ്ഞ് ലയിച്ച് ആവിയായിട്ട് അങ്ങ് പോകുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്. നമ്മളെല്ലാ ദിവസവും നമ്മളെ ഈ ചാനലുകാരും ഈ പത്രക്കാരും മണ്ടന്മാരാക്കിയാണ്. ശരിക്കും നമ്മൾ ഇരുന്ന് കൊടുത്തുകൊണ്ടല്ലേ ഇവർ നമ്മളെ മണ്ടന്മാരാക്കുന്നത്.